രാവിലെ മുതൽ വൈകുന്നേരം വരെ AC റൂമിൽ, വൈഫൈ ഉള്ള റൂമിൽ, ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉള്ള റൂമിൽ സ്പെൻഡ് ചെയ്യുന്നു. മോർണിംഗിലും ഈവനിങ്ങിലുള്ള സൺലൈറ്റ്, സൂര്യപ്രകാശം കിട്ടുന്നില്ല. ആർട്ടിഫിഷ്യൽ ഭക്ഷണങ്ങൾ കണ്ടുപിടിച്ച് എമൾസിഫയേഴ്സും റെഗുലേറ്റേഴ്സും ഓരോ ഏജൻസുകളൊക്കെ ഉള്ള ഭക്ഷണം കഴിച്ച്, ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സ് കഴിച്ച്, പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളം കുടിച്ച്, പോളിയസ്റ്റർ വസ്ത്രങ്ങൾ ധരിച്ച്, മരങ്ങളൊക്കെ വെട്ടി പുഴയിലും മറ്റും പ്ലാസ്റ്റിക് ഇട്ട്, തോട്ടിലൊക്കെ പ്ലാസ്റ്റിക് ഇട്ട്, ഉറക്കത്തിന് പോലും പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കണ മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ എന്ന് പറയുന്നത്. If you look around, we are the only species, only type of animals that doesn't live in harmony with Mother Nature. വേറെ ഏത് ജീവികളെടുത്ത് നോക്ക്, പ്രകൃതിക്കനുസരിച്ചല്ലാതെ ജീവിക്കണ ഏതെങ്കിലും ജീവിയുണ്ടോ? ഓരെങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെയല്ലേ ഓര് ജീവിക്കണത്. ഓരെന്താണോ കഴിക്കേണ്ടത് അതല്ലേ ഓര് കഴിക്കണത്. Being intelligent means destroying our own home, our own life? ഇത് ഒരു ഈ വീഡിയോ ഒന്നല്ല കേട്ടോ. ഇത് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കുറിപ്പൊക്കെ എഴുതാണ്ടാവുമല്ലോ, പ്രകൃതിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ക്രിഞ്ച് ടോപ്പിക് അല്ല. ദിസ് ഈസ് എ ടോപ്പിക് വി ഷുഡ് തിങ്ക് അബൌട്ട്. ഞാനൊരു ചെറിയ സ്റ്റഡി പറഞ്ഞുതരാം, ഒരു കാര്യം പറഞ്ഞുതരാം. ആണുങ്ങളുടെ ടെസ്റ്റിക്കിൾസിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സ് കാണുന്നുണ്ട് ഇപ്പോൾ. ചെറിയ കുട്ടികളുടെ ബ്രെയിനിൻ്റെ ഒരു പോർഷനിൽ വരെ മൈക്രോ പ്ലാസ്റ്റിക്സ് കാണുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് ഈ പോണത്? ലൈക്ക് ഇൻവെൻഷൻസ് ആർ ഗുഡ്, ഇന്നോവേഷൻസ് ആർ ഗ്രേറ്റ്, ബട്ട് that doesn't mean we have to destroy our own life. നമ്മൾ എന്താണോ കഴിക്കേണ്ടത് അത് കഴിച്ച്, നമ്മൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ how great this world would be. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു തോടുണ്ട്, അതിലെ വെള്ളം ഒന്നും കുളിക്കാൻ പോലും പറ്റില്ല. Why? It's full of plastics, pampers and shit. മീനുകൾ കുറഞ്ഞു വരുന്നു, ചൂട് കൂടി വരുന്നു. എവറി ഡേ ഇസ് ലൈക്ക് ഫക്കിങ് കട്ടിങ് എ ഡാം ട്രീ. എല്ലാ ദിവസവും ഓരോ മരങ്ങൾ മുറിക്കുന്നു. പിന്നെ ചൂട് കൂടാതെ വെക്കുമോ? ദെൻ വി ആർ ഡൂയിങ് AC വെച്ചാണ്ട് കോമ്പൻസേറ്റിങ്. ലൈക്ക് നമ്മളങ്ങനെ മുമ്പക്ക് ആരും ചിന്തിക്കണില്ല ഇനി എന്ത്. ഓൺലി വി തിങ്ക് ലൈക്ക് ഞാനൊരു വയസ്സ് തൊട്ട് ഒരു 70 വയസ്സ് വരെ ജീവിക്കും, അപ്പം അതിൻ്റെ ഉള്ളിൽ എനിക്ക് മാക്സിമം അനുഭവിക്കണം. അപ്പുറത്തേക്കൊന്നുമില്ല. സോ മരം കുഴിച്ചിട്ടാൽ അത് കുറേ കാലം എടുക്കും വളരാൻ, പിന്നെ അത് നെക്സ്റ്റ് ജനറേഷനൊക്കെ കിട്ടുള്ളൂ. ആ സമയം നമുക്ക് കടയിൽ പോയാണ്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങാമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ. ഉള്ള മരം മുറിച്ചാണ്ട് നമ്മളെ ഗ്രാൻഡ് പാരൻസൊക്കെ നട്ട മരങ്ങൾ മുറിച്ചിട്ട് വിൽക്കുക. ഗ്രേറ്റ് ഐഡിയ. ലിറ്ററലി സേ എനിക്ക് പ്രകൃതി, മീൻ പിടിക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇങ്ങനെ പാടത്തും തോട്ടിലൊക്കെ ചെറുപ്പം തൊട്ടേ കളിച്ചേർന്ന ചങ്ങായിയാണ്. ഐ ആം സെയിങ്, തോട്ടിൽ ചൂണ്ടലിടാൻ വേണ്ടിയിട്ട് മണ്ണിര തപ്പിയാൽ പോലും കിട്ടാൻ പണിയാണ്. ഞങ്ങളിവിടെയൊക്കെ പിന്നെയുണ്ട് ഫുൾ ഓഫ് പ്ലാസ്റ്റിക്സ്. മണ്ണിൽ പ്ലാസ്റ്റിക്, വെള്ളത്തിൽ പ്ലാസ്റ്റിക്, ഫുഡിൽ പ്ലാസ്റ്റിക്. ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റും നോക്കുമ്പോൾ, നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആരും ഇങ്ങനെയൊന്നും ചിന്തിക്കണില്ല. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി, അങ്ങനെ വർത്താനം, അങ്ങനെ എപ്പോഴും അങ്ങനെ കയറും. ഞാൻ ആലോചിച്ചേ, എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, സൂര്യപ്രകാശം ഒന്നും കിട്ടാതെ രാവിലെ മുതൽ, ചില ആൾക്കാരൊക്കെ രാവിലെ നേരെ എണീറ്റ് നേരെ പോരേ കയറും, ഒരു നേർലി മോർണിംഗിൽ നീക്കും കൂടി ഇല്ല, നേരെ വരുന്നു. എന്നിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ, എന്നിട്ട് വൈഫൈ, അതിൻ്റെ EMF, ഇതൊക്കെ വൈഫൈ റൂട്ടറും EMFും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നിട്ട് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യണു. ദെൻ 5:30 ആകുമ്പോഴാണ് അത് കഴിയുക. അപ്പോൾ ഇതിനും സൺലൈറ്റ് കഴിഞ്ഞു, ഇനി പോവുക, വീട്ടിൽ പോവുക. ചിലപ്പോൾ ചിലവർ, വളരെ റയർ ആൾക്കാർ ജിമ്മിൽ പോവും, ബാക്കിയുള്ളവർ വീട്ടിൽ പോവുക, ഉറങ്ങുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് ഫുഡ് കഴിക്കാൻ പോവുക. ഇസ് ദിസ് ലൈഫ്? ഇസ് ദിസ് ഹൗ ഹ്യൂമൻ സപ്പോസ് ടു ലിവ്? ഓരോ മനുഷ്യന്മാർ കണ്ടുപിടിച്ച ഓരോ സംഭവങ്ങൾ, ഓരോ ടാക്സ് ആയിക്കോട്ടെ,
എന്ത് വർക്കിംഗ് ആയിക്കോട്ടെ, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ, എന്ത് അതൊക്കെ മനുഷ്യന്മാരെന്നെ കണ്ടുപിടിച്ച ഒരു ട്രേഡിങ് സെറ്റപ്പ്, പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള സെറ്റപ്പ്. എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യനല്ലാതെ ജീവിക്കുക. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആക്ച്വലി നമ്മുടെ ശരിക്കുള്ള അടിപൊളി ലൈഫൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. പണ്ടത്തെ പോലെ കാട്ടത്തെ പോലെ ജീവിക്കണം എന്നല്ല ഞാൻ പറയണത്, പക്ഷെ അതൊന്ന് ആലോചിച്ച് നോക്കാം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. നമുക്ക് പുറത്തുനിന്ന് തന്നെ പോയ പഴങ്ങളും കാര്യങ്ങളും പറിക്കാം. നമ്മൾ ഹണ്ട് ചെയ്താണ്ടുള്ള മീറ്റ് ഇവിടെ കൊടുന്നാണ്ട് കുക്ക് ചെയ്താണ്ട് കഴിക്കും. നമ്മളാരും ഫോണിൽ സ്ക്രോൾ ചെയ്യണില്ല, നമ്മളാരും ഭയങ്കര ബിസി അല്ല. നമുക്ക് എല്ലാവർക്കും ടൈമുണ്ട്, അങ്ങോട്ട് കൊണ്ട് സംസാരിച്ചിരിക്കാൻ ടൈമുണ്ട്, ഫുഡ് കുക്ക് ചെയ്താണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ടൈമുണ്ട്. നമ്മൾ പുറത്തുള്ള റിവറിലോ അല്ലെങ്കിൽ ചെറിയ തോടുകളിലോ പോയി ആ വെള്ളം കുളിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും. നമുക്ക് രാവിലെ വൈകുന്നേരം സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. നമ്മൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നുണ്ട്, കറക്റ്റ് സമയം ഉറങ്ങുന്നുണ്ട്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. ഇഫ് വി ക്യാൻ ടേക്ക് ദ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, ഓൺലി ദ പോസിറ്റീവ് തിങ്സ് ഫ്രം അവർ ഏർലിയർ ലൈഫ് ടു ദിസ് ലൈഫ്, ഹൗ ഗ്രേറ്റ് ഇറ്റ് വുഡ് ബി. വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക്സ്. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കണം നിർത്താം. ഞാൻ സ്റ്റീൽ ബോട്ടിലാണ് അധികം വെള്ളം കുടിക്കൽ. ഞാൻ ആദ്യം വർക്കൗട്ടിന് ഒക്കെ പോകുമ്പോഴൊക്കെ 7-Upൻ്റെ കുപ്പി കണ്ടല്ലോ അതിലാണ് കൊണ്ടുവരുന്നത്. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം. ഇപ്പം ഞാൻ സ്റ്റീലിലെ കുപ്പിയാണ് യൂസ് ചെയ്യുന്നത്. റയർലി സംടൈംസ് പ്ലാസ്റ്റിക്കിൽ കുടിക്കേണ്ടി വരുമ്പോൾ കുടിക്കലുണ്ട്. ഈവൻ മെജോറിറ്റി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കഴിക്കുന്നതും വീട്ടിൽ നിന്ന് കഴിക്കുന്നതും സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉപയോഗിക്കലില്ല, പ്ലേറ്റ് ഉപയോഗിക്കലില്ല. അതുപോലെ കുക്ക് ചെയ്യാൻ മുട്ടയൊക്കെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്നല്ലെങ്കിൽ കാസ്റ്റ് അയൺ, നമ്മൾ അപ്പൊക്കെ ചുട്ടുന്ന അപ്പച്ചട്ടി ഉണ്ടല്ലോ അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഏതെങ്കിലും പാത്രം ഉപയോഗിക്കുക, നോൺ സ്റ്റിക്ക് ഉപയോഗിക്കലില്ല. പിന്നെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കൂടുതലും കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ ധരിക്കുന്നുണ്ടല്ലോ, ഈ ആക്റ്റീവ് വെയേഴ്സൊക്കെ. ഇറ്റ്സ് ആക്ച്വലി ബാഡ്. പോളിയസ്റ്റർ. ദ ബെറ്റർ ഓപ്ഷൻ ഈസ് കോട്ടൺ. ഞാനും പോളിയസ്റ്റർ ഇടുന്നതാണ്. കാരണം എനിക്കിപ്പോൾ നേരെ പോയാണ്ട് കോട്ടന് എല്ലാ ഡ്രസ്സും മാറ്റി ഫുള്ള് കോട്ടൺ ആക്കാനുള്ള എബിലിറ്റി ആയിട്ടില്ല, ഫിനാൻഷ്യൽ എബിലിറ്റി. വെൻ ഐ ഹാവ് ദാറ്റ്, യെസ് ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ, ഇങ്ങനത്തെ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ. എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അറ്റ്ലീസ്റ്റ് യൂസ് ദ ഇന്നർവെയർ ഇൻ കോട്ടൺ, ഡോണ്ട് യൂസ് പോളിയസ്റ്റർ. കാരണം ഈ ആണുങ്ങളെ ഇതൊക്കെ ഇന്നേഴ്സ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരെ പോളിയസ്റ്ററിലേക്ക് വരും. പ്ലീസ്, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്തുതരാം. നൗ അണ്ടർസ്റ്റാൻഡ് ദിസ്, വി ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. നൗ ഐ വിൽ ടോക്ക് അബൌട്ട് ദ ഫുഡ് വി ആർ ഈറ്റിംഗ്. നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രകൃതി നമുക്ക് തന്നത് ഫ്രൂട്ട്സ്, ആൾ ടൈപ്പ് ഓഫ് മീറ്റ്, വെജിറ്റബിൾസ്, മധുരത്തിനാണെങ്കിൽ തേന്, പിന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ, മുട്ട, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമ്മളെന്താ കണ്ടുപിടിച്ചത്? വി ഫൗണ്ട് എ ലോട്ട്. എനിക്ക് പേരറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഈ മാർക്കറ്റിൽ. സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ എത്ര സംഭവങ്ങൾ നമ്മൾ കാണാം. ആൻഡ് അതൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയണത് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ പറയാനല്ല. ലുക്ക് അറ്റ് ദ ഇൻഗ്രീഡിയൻസ്. ആർ ദോസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്? എമുൾസിഫയേഴ്സും റേസിക് ഏജൻസും കുറേ കളറുന്ന സാധനങ്ങളും, വേറെ എനിക്ക് അറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. മാൾട്ടോഡെക്സ്ട്രിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷുഗറിൻ്റെ വേറൊരു ഫോം. ഇഷ്ടം പോലെ വേണ്ടത് സാധനങ്ങൾ. വി ഡോണ്ട് ലുക്ക് അറ്റ് ദാറ്റ്, വി ലുക്ക് അറ്റ് ദ ന്യൂട്രീഷണൽ വാല്യൂ. ഇതിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇത് നല്ല സാധനമാണ്. ആൻഡ് അതിമത്തെ ചിത്രം. ഇനി എല്ലാവരും ഇൻഗ്രീഡിയൻസ് ഓപ്പണായിട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ അറിയില്ല കേട്ടോ. ഇനി അതല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാവും. വൈ ഇസ് ദാറ്റ്? ഇൻഗ്രീഡിയൻസ് ആർ മോർ ചീപ്പ്. ആ ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ചീപ്പായിരിക്കും. ആൻഡ് ഇറ്റ് മേക്ക് എസ് മോർ അഡിക്റ്റീവ്. സെർട്ടൈൻ ടൈപ്പ് ഓഫ് ടേസ്റ്റും നമ്മളെ ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഓരോ ഫുഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഞാനിതിനു മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. ഫുഡ് കമ്പനീസ് നമ്മളെങ്ങനെ ഹുക്ക് ചെയ്യണമെന്നുള്ള ഒരു ബുക്കുണ്ട്. സാൾട്ട്, ഷുഗർ, ഫാറ്റ്, ഈ മൂന്ന് സാധനം ഉപയോഗിച്ചിട്ട് അതിൻ്റെ കോമ്പിനേഷനും. അപ്പോൾ അത് വേറെ കാര്യം. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ട് ജീവിച്ചാൽ ഇൻവെൻഷൻസും കണ്ടുപിടുത്തങ്ങളൊക്കെ നല്ലതാണ്.
പക്ഷെ ഉറങ്ങേണ്ട ടൈമിൽ കറക്റ്റ് ഉറങ്ങി, കഴിക്കേണ്ട ഫുഡ് എങ്ങനെയാണോ പ്രകൃതി നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത് അതേപോലെ കഴിച്ച് പ്രകൃതിനെ അതേപോലെ തന്നെ കണ്ട് നശിപ്പിക്കാതെ നിന്ന് കഴിഞ്ഞാൽ വി ക്യാൻ ത്രൈവ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സർവൈവൽ മാതിരിയാണ്. ഓരോരുത്തരുടെ ബോഡി ഷേപ്പ് കണ്ടാൽ ഓല അവസ്ഥ ഇപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് ഒരാൾക്ക് കുറച്ച് പ്രായം കഴിഞ്ഞ്. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ നോർമലാണ്. എനിക്കും ഷുഗർ ഉണ്ട്, എനിക്കും ഷുഗർ ഉണ്ട്, അതേമാതിരി. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. വി ഷുഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവും. മേ ബി ഇങ്ങനത്തെ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. ബട്ട് ഐ ആം ഗോണ ടെൽ ദ ട്രൂത്ത്. ഐ ആം അഗെയിൻസ്റ്റ് ഫക്കിംഗ് പ്ലാസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഫുഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ കൾച്ചർ. വി ഷുഡ് ലിവ് ലൈക്ക് ഹ്യൂമൻസ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. വി ഷുഡ് ലിവ് ലൈക്ക് ഹ്യൂമൻസ്. ഫിറ്റ്നസ്സും ബോഡിയും ലൈഫും ഒക്കെ സെറ്റാവും നമ്മൾ മനുഷ്യന്മാരെ പോലെ ജീവിച്ചാൽ. കാരണം മദർ നേച്ചറായിട്ട് ഒരുമിച്ച് പോകാത്ത സംഭവങ്ങൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, വേറെ ഏത് ജീവിയില്ല. ഇനി അസുഖം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതാവും. നമുക്ക് തേനും അതേപോലെ ഫ്രൂട്ട്സും പ്രകൃതി തന്നു മധുരത്തിന്. അതിൻ്റെ പകരം നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും കാര്യങ്ങളും കണ്ടുപിടിച്ചു. നമുക്ക് എനർജിക്ക് വേണ്ടി കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടും അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ, ഫ്രൂട്ട്സും ഗ്രെയിൻസും സംഭവങ്ങളുണ്ട്. അതിന് പകരം നമ്മൾ ഓരോ ഓട്ട് മീലും അങ്ങനത്തെ സാധനം, ബ്രെഡ് അങ്ങനത്തെ ഒക്കെ കഴിക്കണം. സോഷ്യൽ കണക്ഷൻസിന് പകരം, കമ്മ്യൂണിറ്റീസിന് പകരം വീഡിയോ ഗെയിംസ്. ഞാൻ ഭയങ്കര നല്ല ആളെന്നല്ല ഞാൻ പറയണത്, ഇനി ഉൾപ്പെടുത്തി ഞാൻ പറയണത് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും, കുറേ മിസ്അലൈൻഡ് ആയിട്ടുണ്ടാവും. കാരണം ഇത് ജസ്റ്റ് സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, നേരെ ഉള്ളിൽ നിന്നുള്ള തോട്ട്സ് എടുത്ത് പറഞ്ഞതാണ്. മേ ബി ബോറിംഗ്, മേ ബി ഇൻട്രസ്റ്റിംഗ്, ഐ ഡോണ്ട് നോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.